PSC പോലെയുള്ള മത്സര പരീക്ഷകളിൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു പ്രധാന ഭാഗമാണ് ആറ്റിങ്ങൽ കലാപം. കുറച്ച് പോയിന്റ്സ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. നോക്കാം. ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. വർഷം ഏതാ? 1721 കേട്ടോ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അതായത് SCERT പാഠഭാഗത്തു നിന്നുള്ള പോയിന്റ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, സോഷ്യൽ സയൻസിലെ. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വംശീയ വർഗീയ വിദ്വേഷങ്ങൾ വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവുണ്ടായിരുന്നു. ആ പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാല് ചില നാട്ടുപ്രമാണിമാര് അതിനെ എതിർത്തു. ആ സമയത്തെ ഭരണാധികാരി ആരായിരുന്നു? ആറ്റിങ്ങൽ റാണിയായിരുന്നു. ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികങ്ങൾ നൽകുന്ന പതിവുണ്ടായിരുന്നു. അപ്പൊ ആ വർഷവും അത് കൊടുക്കാനായിട്ട് ഇവരെ ശ്രമിച്ചു. പക്ഷേ ചില നാട്ടുപ്രമാണിമാർ അതിനെ എതിർക്കുകയുണ്ടായി. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവെക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് ആറ്റിങ്ങൽ കലാപത്ത് ഒരു സംഘർഷത്തിന് അവിടെ ഇടയാകാൻ കാരണം. ഈ വന്ന സംഘത്തെ വർഗവർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. ആറ്റിങ്ങൽ കലാപത്തിനുള്ള കാരണങ്ങളാണ് കേട്ടോ ഇത്. കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റ്സുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പോയിന്റ്സുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ബാക്കി പോയിന്റ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.